ഒരു മുഴയല്ല 3-4 സൈസ് മുഴ ഉണ്ടായിരുന്നു. സ്പ്രെഡായി പാൻക്രിയാസിൻ്റെ ലിവറിൻ്റെ സൈഡിലായിട്ട് ഒരു മുഴ ഉണ്ടായിരുന്നു. അതാദ്യം എടുക്കാതെ വെച്ചു. എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു. പിന്നെ വേറെ എവിടെ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതും കൂടി എടുത്തു. എന്നാലും ശ്രദ്ധിക്കണം, ഇപ്പോഴും അവൻ അവിടെയൊക്കെ വേദനയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിഷമം, അവൻ്റെ വിഷമം. അവൻ പറയും സമാധാനമായിട്ടൊന്നും എന്തും മരിക്കാൻ കഴിയും, എനിക്ക് ഇങ്ങനത്തെ ഒരു വീടല്ലേ, കടാണെങ്കിൽ അതങ്ങനെ ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം. വാടക വീട്ടിൽ നിന്ന് മാറണം, അടച്ചുറപ്പുള്ള സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കൂലിപ്പണിക്കാരനായ ചന്ദ്രൻ KSFE അത്തോളി ശാഖയിൽ നിന്ന് 8 ലക്ഷം രൂപ ലോൺ എടുത്തത് 2021. ആദ്യ നാളുകളിൽ തിരിച്ചടവ് കൃത്യമായിരുന്നു. ഇതിനിടെ ഇളയ മകൻ ജിഷ്ണുപ്രസാദിന് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു തുടങ്ങി. പരിശോധനയിൽ അർബുദമെന്ന് സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യ ചികിത്സ. ഇപ്പോൾ തിരുവനന്തപുരം RCCയിൽ. ജീവിതമാകെ താളം തെറ്റി. 50,000 അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 50,000 പോയിട്ട് 5,000 രൂപ പോലും ഞങ്ങളെടുത്ത് അടയ്ക്കാനില്ല. കാരണം മോനെ തന്നെ എങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാമെന്നറിയില്ല ഈ ചികിത്സ മുന്നോട്ട്. നവംബർ 25-ന് എലത്തൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സ്. അസുഖബാധിതനായ മകനെയും കൂട്ടി ശൈലജ എത്തി പരാതി നൽകി. പലിശയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം. പരാതി സ്വീകരിച്ചു. ഡിസംബർ 8-ന് ഫോണിൽ സന്ദേശം ലഭിച്ചു. പരാതി ബന്ധപ്പെട്ട ഓഫീസർക്ക് കൈമാറിയിരിക്കുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത്, ഒരാഴ്ച ആയപ്പോഴേക്കുണ്ട് അത്തോളി ഞങ്ങൾ ലോൺ എടുത്ത ബ്രാഞ്ചിൽ നിന്ന് മാനേജറും ഒരു ഓഫീസറും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടു കേട്ടു. മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മോനെയും കണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നവകേരള സദസ്സിലേക്ക് അയച്ചിട്ടുണ്ട്, അവർ അവിടുന്ന് പരാതി കൊടുക്കുന്നതാണ് പറഞ്ഞു, അവിടെ ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരയക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് കിട്ടില്ല സാറേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയി. അയാൾ പോയിട്ടൊരു 3-ൻ്റെ അന്ന് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസാണ് കിട്ടിയത്. അടുത്ത ദിവസം RCCയിൽ പോകണം. മുന്നിൽ മറ്റു വഴികൾ കാണുന്നില്ല. എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കുടുംബം. ജോം ടിക്കിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.